മറ്റൊരു പ്രധാന വാർത്തയാണ് ന്യൂഡൽഹിയിൽ നിന്ന് വരുന്നത്. തുർക്കി നമ്മുടെ ബ്രഹ്മോസ് കണ്ടിട്ട് തന്നെ തുർക്കി ഞെട്ടിയിരിക്കുകയാണ്. അപ്പോഴാണ് ശബ്ദത്തെക്കാൾ 8 ഇരട്ടി വേഗത്തിൽ കുതിക്കുന്ന 1500 കിലോമീറ്റർ അകലെ വരെയുള്ള ശത്രുകേന്ദ്രം കൃത്യമായി തകർക്കാൻ തരുന്ന ഹൈപ്പർ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളുടെ പരീക്ഷണം വൻ വിജയമായിരിക്കുകയാണ്. അതായത് ബ്രഹ്മോസ് ക്രൂയിസിന്റെ 3 ഇരട്ടി വലിപ്പമുണ്ട്. തുർക്കിയും എർദോഗാനും കൂടുതൽ ഞെട്ടാൻ പോവുകയാണ്. കാരണം അവർക്ക് ബ്രഹ്മോസിനോട് തന്നെ ഒരു പ്രശ്നമുണ്ട്. 14ഓളം രാജ്യങ്ങൾ ബ്രഹ്മോസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അതേസമയം തുർക്കിക്ക് വലിയ പ്രതിസന്ധിയാണ്. കാരണം ഗ്രീസിനും സൈപ്രസിനും ഇത് കൊടുത്തു കഴിഞ്ഞാൽ തുർക്കി അടിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ബ്രഹ്മോസിനേക്കാൾ കൂടിയ ഒരു സാധനം, ഒരു സൂപ്പർസോണിക് ആയിട്ടുള്ള മിസൈൽ ഇന്ത്യ ഡെവലപ്പ് ചെയ്തു. ഇത് തുർക്കിയും നമ്മുടെ ഗ്രീസും സൈപ്രസും കിട്ടിയാൽ കൃത്യമായ പ്രശ്നമാണ്. അത് ചൈനയ്ക്കും പാകിസ്ഥാനും വലിയൊരു അടിയുമാണ്. അപ്പോൾ വളരെ വലിയ പ്രശ്നമാണ്. തുർക്കി പാകിസ്ഥാൻ ബന്ധം ശക്തമായതോടെയാണ് ഇന്ത്യ ആയുധശേഖരം കൂട്ടി, അതുപോലെ തന്നെ അഗ്നി, ബ്രഹ്മോസ്, ആകാശ് സിസ്റ്റം എന്നിവയുടെ പുതിയ ശക്തമായ പതിപ്പുകളൊക്കെ നമ്മൾ രംഗത്ത് തീരുമാനിച്ചത്. മണിക്കൂറിൽ 1100 കിലോമീറ്റർ വേഗതയുള്ളതാണ് നമുക്കിപ്പോൾ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ മിസൈൽ. കണ്ണടച്ച് തുറക്കുന്ന മുമ്പ് തന്നെ നമ്മൾ കണ്ണ് ചിമ്മുന്ന സമയം കൊണ്ട് തന്നെ ഉഗ്ര സ്ഫോടനം നടത്താൻ കഴിയുന്ന ഹൈപ്പർസോണിക് മിസൈലുകളാണ് ഇത് കഴിയുന്നത്. മാക് 8 വേഗത എന്നതിനർത്ഥം ശബ്ദത്തെക്കാൾ 8 ഇരട്ടി വേഗത്തിൽ ഇത് സഞ്ചരിക്കാൻ കഴിയും. ഇതിന് ഹൈപ്പർസോണിക് മിസൈൽ മണിക്കൂറിൽ 11,000 കിലോമീറ്റർ വേഗത്തിലാണ് സഞ്ചരിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത് സാധാരണ കാർ തന്നെ മണിക്കൂറിൽ 100 കിലോമീറ്റർ കൂടുതൽ വേഗതയിൽ പോയാൽ പോലും കുതിക്കുമ്പോൾ സാധാരണയായി നമ്മൾ അമ്പരന്ന് പോകും. ഒരു 100-120 കിലോമീറ്റർ ഒക്കെ കാർ പോകുമ്പോൾ തന്നെ നമുക്കൊരു വിറയലൊക്കെ വരും. അല്ലെങ്കിൽ ഒരു 200 കിലോമീറ്റർ ഒക്കെ പോകുമ്പോൾ 200 കിലോമീറ്റർ പോകാൻ കഴിയില്ല. ഞാൻ പറഞ്ഞ വലിയ വിദേശ രാജ്യങ്ങളിലെ കാറുകാരെ പോലും നമുക്കൊരു വിറയലൊക്കെ വരും, ഇതൊക്കെ വരും, പേടിയൊക്കെ വരും. അപ്പോഴാണ് 11,000 കിലോമീറ്റർ വേഗത്തിൽ പോകുന്നത്. ബ്രഹ്മോസിനേക്കാൾ പോലും മണിക്കൂറിൽ ബ്രഹ്മോസിന് 3,675 കിലോമീറ്റർ പോകാൻ പറ്റും. ഇത് 11,000 കിലോമീറ്റർ പോകുന്ന സൂപ്പർസോണിക് ബ്രഹ്മോസുകൾ കണ്ടുപിടിച്ചിരിക്കുന്നു. ഇത് വളരെ വലിയ തോതിലുള്ള ഒരു രീതിയിലുള്ള കണ്ടുപിടുത്തമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വലിയ രീതിയിലാണ് ഈ രാജ്യത്തൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണയായി LDH-CM എന്ന ഹൈപ്പർസോണിക്കിൻ്റെ ഒക്കെ ദൂരപരിധി 1500 കിലോമീറ്റർ വരെയൊക്കെ ഉള്ളൂ. സാധാരണ ബ്രഹ്മോസിനേക്കാൾ 5 ഇരട്ടിയാണ് ദൂരം. പാകിസ്ഥാനെ, ചൈനയൊക്കെ അടിക്കാൻ ഈ ദൂരമൊക്കെ ധാരാളമാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിരുന്നു കൊണ്ട് തന്നെ പാകിസ്ഥാനെയോ ചൈനയോ അടിക്കാൻ നമുക്ക് കഴിയാനും അതുപോലെ തുർക്കിയെ അടിക്കാൻ ഗ്രീസിനോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾക്കോ കഴിയുന്ന രീതിയിലുള്ള വലിയ വിജയം. അതുപോലെ പ്രോജക്റ്റ് വിഷ്ണു എന്ന് പറയുന്ന മറ്റൊരു പ്രോജക്റ്റിൻ്റെ വിജയവും വലിയ ഇതാണ്. ഇതിനിട്ടിരിക്കുന്ന പേര്, ഈ ഹൈപ്പർ സോണിക് മിസൈൽ പരീക്ഷണത്തിൻ്റെ പേര് വിഷ്ണു എന്നാണ് ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാം വിഷ്ണു, പഴയ വിഷ്ണുവിൻ്റെ ചക്രമൊക്കെ നമുക്കറിയാം. അപ്പോൾ എന്തായാലും DRDO എന്ന് പറയുന്ന ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ ഈ മിസൈൽ വികസിപ്പിച്ചു. വളരെ വലിയ കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് വീണ്ടും ആ രംഗത്ത്, ആയുധ പ്രതിരോധ രംഗത്ത്, യുദ്ധ പ്രതിരോധ രംഗത്ത് നമ്മൾ വലിയ നിലയിലാണ് മുന്നോട്ടുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മോസിനൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് വലിയ അംഗീകാരമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എന്തായാലും മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് മറ്റൊരു സക്സസ് പ്രോജക്റ്റായി മാറുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ്. പക്ഷെ ഞാൻ അവസാനമായ ഒരു കാര്യം പറയട്ടെ, യുദ്ധം ഒന്നിനും പരിഹാരമല്ല. യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കി ഒരു രാജ്യം വളരുന്നത് ശരിയല്ല. പക്ഷേ ഈ സംഘർഷപൂരിതമായ ലോകത്ത് വെട്ടാൻ വരുന്ന പോത്തിനോട് വേദമോതാൻ പറ്റില്ല. അടിക്കാൻ വന്നാൽ തിരിച്ച് വലിയ തല്ല് വരാൻ വരുമ്പോൾ ചെറിയൊരു തല്ലെങ്കിലും കൊടുക്കാതെ മുന്നോട്ട് നിൽക്കാൻ കഴിയില്ല. തുർക്കിയൊക്കെ കാണിക്കൊണ്ടിരിക്കുന്ന പണി, പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി, ബംഗ്ലാദേശ് ചെയ്തുകൊണ്ടിരിക്കുന്ന പണി വല്ലാത്തൊരു പണിയാണ്. അപ്പോൾ 8ന്റെ പണി തരുമ്പോൾ നമുക്ക് തിരിച്ച് പണി കൊടുക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ലോകരാജ്യങ്ങളുടെ സമവാക്യം. അതുകൊണ്ട് തന്നെ ഈ ആയുധങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ എന്തായാലും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പുതിയൊരു കാൽവെപ്പായി ബ്രഹ്മോസിനെ കവച്ചു വയ്ക്കുന്ന പുതിയ മിസൈലുകൾ വന്നു കഴിഞ്ഞു.